ഹായ്, ഗുഡ് ഈവനിങ്. ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാഡമി അവതരിപ്പിക്കുന്ന ബ്രിഡ്ജ് കോഴ്സിലേക്ക് വെൽക്കം. എൻ്റെ പേര് CS പ്രേംകൃഷ്ണൻ, കമ്പനി സെക്രട്ടറി ആണ്. ട്രിപ്പിൾ ഐയിൽ CS എക്സിക്യൂട്ടീവിൻ്റെ ഫാക്കൽറ്റിയാണ്. ഫാക്കൽറ്റി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ കമ്പനി ലോ ഫാക്കൽറ്റിയാണ്. സെക്കൻഡ് ഗ്രൂപ്പിൽ ഞാൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് സെക്യൂരിറ്റീസ് ലോസ് എന്ന് പറയുന്ന സബ്ജക്ട് പഠിപ്പിക്കുന്നു. ഓക്കെ, അപ്പോ ബ്രിഡ്ജ് കോഴ്സ്. ഈ ബ്രിഡ്ജ് കോഴ്സ് കൊണ്ട് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അറിയോ? ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ CS എക്സിക്യൂട്ടീവിന് ജോയിൻ ചെയ്യാനിരിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് നമ്മുടെ ഈ CS എക്സിക്യൂട്ടീവിലെ ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും പ്രോപ്പറായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ തരിക. അതാണ് മെയിൻ അജണ്ട. ഓക്കെണോ? അപ്പൊ നമ്മുടെ ട്രിപ്പിൾ ഐയുടെ തന്നെ ഓരോ ഫാക്കൽറ്റീസും വന്നിട്ട് അവരവരുടെ സബ്ജക്ട്, ആ സബ്ജക്റ്റിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ പഠിക്കാനുള്ളതെന്ന് ഒരു ബ്രീഫ് ആയിട്ടൊന്ന് പറഞ്ഞു തരും. അതാണ് ബ്രിഡ്ജ് കോഴ്സിന്റെ ഉദ്ദേശം. ഓക്കെണോ? അപ്പൊ ഇന്നിപ്പോ ഇവിടെ നമുക്ക് കമ്പനി ലോ എന്ന് പറയുന്ന സബ്ജക്ട്, എന്റെ പേപ്പർ. ഓക്കെണോ? ഗ്രൂപ്പ് 1 കമ്പനി ലോ എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ബ്രിഡ്ജ് കോഴ്സാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെണോ? ഓക്കെ, കമ്പനി ലോ എന്ന് പറയുമ്പോ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്ന ഒരു നിയമമാണ്. ഓക്കെണോ? ഈ കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്ന ഈ സബ്ജക്റ്റ് ആണ് CS പഠിക്കുന്ന എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഏറ്റവും കോർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് കമ്പനി ലോ. അതായത് നമ്മളിപ്പോ എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ട് മാത്രമല്ല കമ്പനീസ് ആക്ട് പഠിക്കാൻ പോണത്. എക്സാം പാസ്സായ ശേഷവും നിങ്ങൾ ഏതെങ്കിലും കമ്പനിയിൽ CS ആയിട്ട് ജോയിൻ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഈ ആക്ട് യൂസ് ചെയ്യേണ്ടി വരും. അതേപോലെ നിങ്ങൾ ഇനിയിപ്പോ ഏതെങ്കിലും ഫേമിലാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാനെങ്കിലും, കമ്പനീസ് ആക്ടിനകത്തുള്ള പ്രൊവിഷൻസ് നിർബന്ധമായും എല്ലാ CS-കാരും അറിഞ്ഞിരിക്കണം. ഓക്കെണോ? അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇനി ജീവിതകാലം മുഴുവനും യൂസ് ചെയ്യേണ്ട ആക്ട് ആണ് ഈ കമ്പനീസ് ആക്ട്. ഓക്കെണോ? എപ്പോഴും ഒരു ബുക്ക് ഇങ്ങനെ കയ്യിൽ കൊണ്ട് നടക്കണം, കമ്പനീസ് ആക്ടിന്റെ ബുക്ക്. ആ കമ്പനീസ് ആക്ട് അരിച്ച് കലക്കി കുടിക്കുക എന്നതാണ് CS-ന്റെ മെയിൻ ധർമ്മം എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പോ ഈ ഒരു പേപ്പർ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പേപ്പർ തന്നെയാണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല പറയുന്നത്, CS പ്രൊഫഷൻ ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ കമ്പനീസ് ആക്ട്. ഓക്കെണോ? ഓക്കെ, ഏറ്റവും കോർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ അതും കൂടെ പറയണം. നമ്മുടെ എക്സാമിന് വരുമ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പഠിക്കാൻ ബുദ്ധിമുട്ടെന്നല്ല പറഞ്ഞത്, എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കോർ സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ മാക്സിമം നമ്മളെ ടെസ്റ്റ് ചെയ്യും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ICSI അവർ നമ്മളെ മാക്സിമം ടെസ്റ്റ് ചെയ്യും. ഒരുപാട് കുറച്ച് വായിച്ചാൽ മനസ്സിലാകാത്ത രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്തുണ്ടാവും. ഓക്കെണോ? അപ്പൊ അങ്ങനെ കുറച്ച് ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആക്കി ICSI നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിനെ മാറ്റിയിട്ടുണ്ട്. ഏതാ? ഈ കമ്പനി ലോ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ. കാരണം അതിൽ കുറച്ച് നല്ല രീതിയിലൊരു ഇൻഫ്ലുവൻസ് നമുക്ക് ഉണ്ടാവണം. ഓക്കെണോ? അങ്ങനെ ഒരു പേപ്പറാണ് കമ്പനി ലോ. ഓക്കെ 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 അപ്പൊ ഈ കമ്പനീസ് ആക്ടിനകത്ത് നമ്മുടെ ചാപ്റ്റേഴ്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരിക. അതാണ് ഇന്നത്തെ ഉദ്ദേശം. ഓക്കെ ബോസ്? ഓക്കെ, അപ്പൊ കമ്പനീസ് ആക്ട് എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് 950 പേജസ് ഉണ്ട്, വലിയ ബുക്കാ. ഓക്കെ, ഈ കമ്പനീസ് ആക്ട് എന്ന് പറയുന്ന ആക്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സബ്ജക്ട് 100 മാർക്കിനുള്ള സബ്ജക്റ്റാണ്. ഓക്കെ, ഇത് 2 പാർട്സ് ആയിട്ട് തിരിച്ചാണ് പഠിക്കാനുള്ളത്. പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. ഓക്കെ, ഇതിൽ പാർട്ട് 1-നകത്ത് നിന്നും 60 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. പാർട്ട് 2-നകത്ത് നിന്നും 40 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ ഓക്കെ അപ്പൊ ആദ്യം നമുക്ക് പാർട്ട് 1-നകത്തുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. ഓക്കെ ബോസ്? അതിനു മുന്നേ ആദ്യം തന്നെ ഞാൻ ചോദിച്ചോട്ടെ, എന്താണോ ഈ കമ്പനി എന്ന് വെച്ചാ? കമ്പനി കുറെ പേര് എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല. എന്താ ഈ കമ്പനി എന്ന് വെച്ചാ? കമ്പനി എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നമ്മളൊരു ബിസിനസ് നടത്തുന്നു, ഒരു സാധാരണ ബിസിനസ്. ചിലപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു സാധാരണ ഒരു ഫാൻസി സ്റ്റോറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് ആയിരിക്കാം. അതല്ലെങ്കിൽ നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്നു. ഓക്കെണോ? അങ്ങനെ ഒരു സാധാരണ ബിസിനസ് നടത്തുന്ന വ്യക്തികള് ഈ ബിസിനസിനെ കമ്പനിയാക്കി മാറ്റും. ഇതെങ്ങനെയാ കമ്പനിയാക്കി മാറ്റണേ? നമ്മളിപ്പോ ഈ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റിലിടാം കമ്പനീസ് ആക്ട്. ഈ കമ്പനീസ് ആക്ട് 2013-നകത്ത് കുറേ സെക്ഷൻസ് ഉണ്ട്, എല്ലാം കൂടി ഒരു 470 സെക്ഷൻസ് ഉണ്ട്. ഓക്കെണോ? ഇതിനകത്ത് സെക്ഷൻ നമ്പർ 7-നകത്ത് ഒരു ബിസിനസിനെ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയർ തന്നിട്ടുണ്ട്.
കേൾക്കുന്നുണ്ടോ? അപ്പൊ ഈ സെക്ഷൻ 7 പറയുന്ന പ്രൊസീജിയർ അനുസരിച്ച് നിങ്ങളുടെ കമ്പനിയെ നിങ്ങൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. നിങ്ങളുടെ ബിസിനസിനെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഓക്കെണോ? നിങ്ങളുടെ ബിസിനസിനെ സെക്ഷൻ 7 പ്രകാരം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി മാറി? കമ്പനിയായി മാറി. ഓക്കെണോ? അപ്പൊ കമ്പനി എന്ന് വെച്ചാൽ എന്താ? വെറുതെ അങ്ങോട്ടെങ്കിൽ ജനറലി നമ്മൾ കമ്പനി എന്ന് പറയുന്ന പോലെയല്ല. കമ്പനി എന്ന് വെച്ചാൽ എന്താ? കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 7 പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയർ അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്, അതിനെയാണ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെണോ? അങ്ങനെ നമ്മുടെ ബിസിനസ് കമ്പനിയായി മാറിക്കഴിഞ്ഞാൽ നിർബന്ധമായും പാലിക്കേണ്ട നിയമമാണ് കമ്പനീസ് ആക്ട് 2013. ഓക്കെണോ? അതിനകത്തുള്ള 470 സെക്ഷൻസും നമ്മൾ പിന്നെ കംപ്ലൈ ചെയ്ത് മുന്നോട്ട് പോയാലേ പറ്റത്തുള്ളൂ. ഓക്കെണോ? ഈ കമ്പനീസിനെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയോ? മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, MCA വെബ്സൈറ്റിലാണ് നമ്മൾ ഈ കമ്പനീസിനെ രജിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെണോ? അപ്പോ രജിസ്റ്റർ ചെയ്യുന്നു, MCA കീഴിൽ രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം കമ്പനീസ് ആക്ട് 2013 എല്ലാ നിയമങ്ങളും പാലിച്ചു പോകുന്നു. ഓക്കെണോ? അവിടെ ഒരു CS എന്ന് പറയുമ്പോൾ എന്താണോ ജോലി? CS എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ള ജോലി അവൻ ജോയിൻ ചെയ്യുന്ന കമ്പനിയിൽ ഈ കമ്പനീസ് ആക്ടിനകത്തുള്ള സെക്ഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് ആ കമ്പനി പാലിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അത് മോണിറ്റർ ചെയ്യുക, അത് പാലിപ്പിക്കുക എന്നതാണ് CS മെയിൻ ജോലി. ഓക്കെണോ? അപ്പൊ കമ്പനീസ് ആക്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ്, എന്റെ സബ്ജക്റ്റിനെ ഞാൻ അങ്ങ് തള്ളുവല്ല. അപ്പൊ ഇതാണ് നമ്മുടെ കോർ പേപ്പറും കോർ സാധനവും. ഓക്കെണോ? ശരി, അപ്പൊ നമുക്ക് ആ ചാപ്റ്ററിലേക്ക് പോവാം. അവിടെ കമ്പനീസ് ആക്ടിന് 470 സെക്ഷൻസ് ഉണ്ടെന്ന് പറയുമ്പം ആ എല്ലാ സെക്ഷൻസും നിങ്ങൾക്ക് പഠിക്കാനില്ല കേട്ടോ. എക്സിക്യൂട്ടീവില് കുറെ സെക്ഷൻസ് ഉണ്ട് എക്സിക്യൂട്ടീവില്, ബാക്കി കുറച്ച് സെക്ഷൻസ് ഫൈനലിലായിരിക്കും പഠിക്കുന്നത്. ഫൈനൽ മീൻസ് പ്രൊഫഷണൽ. ഓക്കെ, അപ്പൊ നമുക്ക് ബുക്കിലേക്ക് പോകാം. ഇതല്ലല്ലോ, പാർട്ട് 1 12 ചാപ്റ്റേഴ്സ്. ഓരോ ചാപ്റ്റേഴ്സും എന്താണ് എന്ന് മാത്രം ഒന്ന് പറഞ്ഞു പോകുന്നു. ഓക്കെ. ആദ്യത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു കമ്പനി ലോ, കമ്പനീസ് ആക്ടിന്റെ ഇൻട്രൊഡക്ഷൻ. എന്ന് വെച്ചാ ഓരോ നിയമവും വരുന്നത് എങ്ങനെയാ? ഇതിന് മുന്നേ ഒരു നിയമം ഉണ്ടാവും, ആ നിയമം റിപ്പീൽ ചെയ്തിട്ടായിരിക്കും പുതിയ നിയമം വരുന്നത്, അല്ലെ? ഇപ്പൊ കമ്പനീസ് ആക്ട് 1956 പണ്ടൊരു കമ്പനീസ് ആക്ട് ഉണ്ടായിരുന്നു. അതിന് മുന്നേ പണ്ട് കാലത്ത് പല കമ്പനീസ് ആക്ടുകളും ഉണ്ടായിരുന്നു. അതൊക്കെ റിപ്പീൽ ചെയ്താണ് മാറ്റിയാണ് പുതിയ കമ്പനീസ് ആക്ട് 2013 നമ്മൾ വന്നത്, അല്ലെ? അപ്പൊ ഈ കമ്പനീസ് ആക്ട് വന്ന ഹിസ്റ്ററി എന്താണെന്നുള്ളത് ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കും. അതേപോലെ ഇപ്പോഴത്തെ കമ്പനീസ് ആക്ട് നിലവിലേക്ക് കൊണ്ടുവന്ന രീതി എങ്ങനെയാണെന്നും ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെയാണോ? പിന്നെ ഈ കമ്പനീസ് ആക്ടിന്റെ ആപ്ലിക്കബിലിറ്റി, ഇത് എവിടൊക്കെ ആപ്ലിക്കബിൾ ആണ്, ഏതൊക്കെ കമ്പനിക്ക് ആപ്ലിക്കബിൾ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്കൊരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് ചാപ്റ്റർ 1 നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇങ്ങനെയാണ് ഈ ആക്ട് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഓക്കെ, ശരി. രണ്ടാമത്തെ ചാപ്റ്റർ ലീഗൽ സ്റ്റാറ്റസ് ആൻഡ് ടൈപ്സ് ഓഫ് രജിസ്റ്റേർഡ് കമ്പനീസ്. എന്ന് വെച്ചാൽ എന്താ? നമ്മളൊരു കമ്പനിയായിട്ട് നമ്മുടെ ബിസിനസിനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ബിസിനസ്സിന് പിന്നീട് അങ്ങോട്ട് കുറച്ച് ഫീച്ചേഴ്സ് കിട്ടും. അത് നമ്മൾ ക്ലാസ്സിൽ പ്രോപ്പറായിട്ട് എടുക്കുന്നതാ, നിങ്ങൾക്ക് അറിയാമായിരിക്കാം ചിലപ്പോൾ. ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ലീഗൽ എൻറ്റിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫീച്ചേഴ്സ് നമ്മുടെ ബിസിനസ്സിന് കിട്ടും. ആ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കേസ് ലോസ് ഒക്കെ ആ ചാപ്റ്ററിനകത്ത് ഉണ്ടാവും. അതുപോലെ കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, സെക്ഷൻ 8 കമ്പനി, അങ്ങനെ പല തരത്തിലുള്ള കമ്പനീസ് രജിസ്റ്റർ ചെയ്യാം. ഓക്കെയാണോ? അത് ഏതൊക്കെ ടൈപ്പ് ആണെന്നുള്ള കാര്യം രണ്ടാമത്തെ ചാപ്റ്ററിൽ ഉണ്ടാവും. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ ചാപ്റ്റർ മെമ്മറാൻഡം ആൻഡ് ആർട്ടിക്കിൾസ് ആൻഡ് ഇറ്റ്സ് ഓൾട്ടറേഷൻ. എന്ന് വെച്ചാൽ എന്താണോ? മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ കേട്ടിട്ടുണ്ടോ? അതായത് ഒരു കമ്പനിയുടെ ബേസിക് ആയിട്ടുള്ള 2 കോൺസ്റ്റിറ്റ്യൂഷണൽ ഡോക്യുമെന്റ്സ് ആണ് മെമ്മറാൻഡം ആർട്ടിക്കിൾസും. ഇപ്പൊ സാധാരണ നാച്ചുറൽ പേഴ്സൺ ആയ നിങ്ങൾ നാച്ചുറൽ പേഴ്സൺ അല്ലടാ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ബയോഡാറ്റ ഉണ്ടാവത്തില്ലടാ, അല്ലേ? അതേപോലെ കമ്പനിക്കും എന്തുണ്ടാവും? ഒരു ബയോഡാറ്റ ഉണ്ടാവും. അതായത് കമ്പനിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ അടങ്ങുന്ന ഡോക്യുമെന്റ്. നിങ്ങളുടെ ബയോഡാറ്റയിൽ എന്തൊക്കെ ഉണ്ടാവും? നിങ്ങളുടെ പേര്, അഡ്രസ്സ്, അല്ലെ? അങ്ങനെ ഓരോന്നും പറഞ്ഞ് അവസാനം നിങ്ങളൊരു കള്ളത്തരം എഴുതി സൈൻ ചെയ്യൂലേ, ഒരു ഡിക്ലറേഷൻ എഴുതി സൈൻ ചെയ്യൂലേ, അല്ലെ? അതേപോലത്തെ കമ്പനിയുടെ ഡോക്യുമെന്റ് ആണ് മെമ്മറാൻഡം. കമ്പനിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാം അടങ്ങുന്ന ഡോക്യുമെന്റ്. ഓക്കെയാണോ? അതിൽ ഏറ്റവും അവസാനം ബയോഡാറ്റ പോലെ തന്നെ ഒരു ഡിക്ലറേഷനും ഉണ്ട്. കമ്പനി ഫോം ചെയ്യുന്ന ആൾക്കാരില്ലടാ, അവർ കൊടുക്കുന്ന ഒരു ഡിക്ലറേഷനും ഉണ്ട്. ഇതാണ് മെമ്മറാൻഡം. ഓക്കെയാണോ? അതേപോലെ കമ്പനിക്ക് ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന മറ്റൊരു ഡോക്യുമെന്റും കൂടി ഉണ്ട്. അതായത് കമ്പനിയുടെ മാനേജ്മെന്റ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള റൂൾസ് ആയിരിക്കും ഈ ആർട്ടിക്കിൾസിനകത്ത് എഴുതിയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു വർഷത്തിൽ എത്ര ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും,
ഈ ബോർഡ് മീറ്റിംഗിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഈ ജനറൽ മീറ്റിംഗ് നടത്തുമ്പോൾ, ജനറൽ മീറ്റിംഗ് എന്ന് വെച്ചാൽ മെമ്പേഴ്സിന്റെ മീറ്റിംഗാ, ഈ ജനറൽ മീറ്റിംഗ് നടത്തുമ്പോഴുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയായിരിക്കണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ആർട്ടിക്കിൾസിനകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പൊ മെമ്മറാൻഡത്തിനെ കുറിച്ചും അതിന്റെ കണ്ടന്റ്സും ആർട്ടിക്കിൾസിനെ കുറിച്ചും അതിന്റെ കണ്ടന്റ്സും പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഓൾട്ടറേഷൻസ് വരുത്തണമെങ്കിൽ അതിന്റെ പ്രൊസീജിയേഴ്സും എല്ലാം ചാപ്റ്റർ നമ്പർ 3. ഓക്കെയാണോ? ശരിക്കും മെമ്മറാൻഡത്തിനെയും ആർട്ടിക്കിൾസിനെയും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡോക്യുമെന്റ്സ് എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ, നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡോക്യുമെന്റ്സാ. അതായത് ഈ മെമ്മറാൻഡം ആർട്ടിക്കിൾസ് നമ്മൾ ആദ്യമേ പ്രിപ്പയർ ചെയ്തിട്ട് കമ്പനിയുടെ രജിസ്ട്രേഷൻ സമയത്ത് ഇത് രണ്ടും നമ്മൾ ROC മീൻസ് MCAയുടെ ഒരു ഡിപ്പാർട്ട്മെന്റാ. ഈ MCAയിൽ ഇത് ഫയൽ ചെയ്തിട്ടാണ് കമ്പനിയുടെ രജിസ്ട്രേഷൻ തന്നെ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഇതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡോക്യുമെന്റ്സ് എന്ന് പറയും. ഓക്കെയാണോ? പിന്നെ നാലാമത്തെ ചാപ്റ്റർ ഷെയർ ആൻഡ് ഷെയർ ക്യാപിറ്റൽ. അതിനകത്ത് എന്താണ് ഈ ഷെയർ എന്ന് വെച്ചാ, കമ്പനി എങ്ങനെയാ ഫണ്ട് റേസ് ചെയ്യണേ? കമ്പനിക്ക് ക്യാപിറ്റൽ വേണ്ടടാ, വേണ്ടേ? അപ്പൊ ഈ ക്യാപിറ്റൽ റേസ് ചെയ്യണ എങ്ങനെയാ? ഈ കമ്പനി ഷെയർസ് ആളുകൾക്ക് ഇഷ്യൂ ചെയ്യും, അല്ലെ? ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ആ കമ്പനിയുടെ ഷെയർ മേടിക്കും. ഷെയർ മേടിച്ചിട്ട് കമ്പനിയുടെ മെമ്പേഴ്സ് ആയിട്ട് വരും, അല്ലെ? അപ്പൊ ഈ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഷെയർ ഉണ്ട്, ആ ഷെയർ എങ്ങനെയൊക്കെ ഇഷ്യൂ ചെയ്യാൻ പറ്റും, ഇഷ്യൂ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചാപ്റ്റർ നമ്പർ 5 പഠിക്കും. ഓക്കെ, പിന്നെ ഈ ഷെയർ ഹോൾഡേഴ്സ് അല്ലേ, ഷെയർ മേടിച്ചവര്, അവർക്ക് എന്തൊക്കെ അധികാരങ്ങളാണുള്ളത്, അവരുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്, ഡ്യൂട്ടീസ് എന്തൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചാപ്റ്റർ 5 പഠിക്കും. ഓക്കെ. പിന്നെ ചാപ്റ്റർ 6 ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാ. അതായത് കമ്പനിയുടെ ക്യാപിറ്റൽ 2 ടൈപ്പ് ഉണ്ടാവും. ഓക്കെടാ, ഇക്വിറ്റി ക്യാപിറ്റലും ഉണ്ടാവും, ഡെറ്റ് ക്യാപിറ്റലും ഉണ്ടാവും. ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യുന്ന ആ പരിപാടി, അങ്ങനെ റേസ് ചെയ്യുന്നതാണ് ഇക്വിറ്റി ക്യാപിറ്റൽ. ഓക്കെയാണോ? ഡെറ്റ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ, ഡെറ്റ് എന്ന് വെച്ചാൽ എന്താണോ? കടം, അല്ലെ? അപ്പൊ ഇക്വിറ്റി ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത് പോലെ തന്നെ കമ്പനിക്ക് വേണമെങ്കിൽ ആളുകളുടെ ഇത് കടം മേടിക്കാം, അല്ലെ? കടം മേടിക്കാനായിട്ട് വേണമെങ്കിൽ ബാങ്കിൽ പോയി ലോൺ എടുക്കാം. അത് കൂടാതെ കടം എടുക്കാനായിട്ട് മറ്റ് 2 മെത്തേഡ്സ് കമ്പനിക്കുണ്ട്. ഒന്ന് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുക, പിന്നെ ഒന്ന് ഡെപ്പോസിറ്റ്സ് മേടിക്കുക. ഡിബഞ്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഷെയർ പോലെ തന്നെ വേറൊരു ഇൻസ്ട്രുമെന്റ് ആണ്. അത് കമ്പനി ആൾക്കാർക്ക് കൊടുക്കുന്നു, ആൾക്കാർ അത് വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഷെയർ ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ ഡിബഞ്ചേഴ്സ് മേടിക്കുന്നവൻ കമ്പനിക്ക് കടം തന്നതുപോലെയാ. അവന് നമ്മളൊരു മെച്യൂരിറ്റി പീരീഡ് സമയം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് അടക്കം അവന്റെ പൈസ നമ്മൾ തിരിച്ചു കൊടുത്തങ്ങ് വിടും. ഓക്കെയാണോ? പക്ഷെ ഷെയർ മേടിക്കുന്നവൻ കമ്പനിയുടെ ഓണറിനെ പോലെയാ. ഓക്കെയാണോ? അപ്പൊ അവനെ നമ്മൾ കടം മേടിച്ചിട്ട് തിരിച്ചു വിടുന്ന പരിപാടിയല്ല. ഓക്കെയാണോ? ഓക്കെ. അതേപോലെ ഡെപ്പോസിറ്റ് മേടിക്കാന്ന് വെച്ചാൽ എന്തായിരിക്കും? ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാം. 2 മെത്തേഡ്സ് ആണ് പറയുന്നത്. ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്തായിരിക്കും? ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാം, ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാം. എന്ന് വെച്ചാല് ഈ സാധാരണ ബാങ്കുകളിലെ നിങ്ങൾ പൈസ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യൂടാ, പല തരത്തിലുള്ള ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, സേവിങ്സ് ഡെപ്പോസിറ്റ്, അല്ലേ? അങ്ങനെ കുറെ രീതിയിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ഇടും. അതേപോലെ ഒരു കമ്പനിയിലും വേണമെങ്കിൽ ആളുകൾക്ക് കൊണ്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാം. ഓക്കെയാണോ? അതായത് ഒരു കമ്പനിയുടെ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ആളുകളുടെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ കടം എന്ന പോലെ തന്നെ ആളുകളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ്സ് മേടിക്കാൻ കമ്പനിക്ക് പറ്റും. അതിന് ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും, ലോൺ പോലെ തന്നെയാ. ആ മെച്യൂരിറ്റി പീരീഡ് കഴിയുമ്പോൾ കമ്പനി പൈസ തിരിച്ചു കൊടുക്കണം, ഇൻട്രസ്റ്റ് അടക്കം കൊടുക്കണം. ഓക്കെയാണോ? അപ്പൊ ഈ ഡെപ്പോസിറ്റ്സും ഡിബഞ്ചേഴ്സും വഴി ഫണ്ട് റേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിന്റെ കണ്ടീഷൻസും ആണ് ഈ ചാപ്റ്റർ, 6th ചാപ്റ്റർ. ഓക്കെയാണോ? പിന്നെ ചാർജസ് എന്ന് വെച്ചാൽ എന്താണ്? ലോൺ എടുക്കുന്ന കാര്യം കണ്ട, ആ ഒരു ഓർഡർ എന്താടാ? ആദ്യം ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യുന്ന കാര്യവും ആ ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റ്സ് കാര്യങ്ങളെല്ലാം. രണ്ടാമത് ഡിബഞ്ചേഴ്സ് ഡെപ്പോസിറ്റ്സ് വഴി കടം എടുക്കുന്നത് പോലെ ഫണ്ട് റേസ് ചെയ്യുന്നു. ചാർജ് എന്ന് വെച്ചാൽ എന്താ? ചാർജ് എന്ന് വെച്ചാ ലോണ്. എന്താ ലോണ്? ബാങ്കിൽ നിന്നൊക്കെ നമ്മുടെ കമ്പനി ലോൺ എടുക്കൂലടാ, അതിനെ കുറിച്ചാ. നമ്മുടെ കമ്പനി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പം കമ്പനിയുടെ അസറ്റ്സ്, കമ്പനിയുടെ ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി പോലെയുള്ള അസറ്റ്സ് കമ്പനി സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കും. ഈ പൈസ തിരിച്ചു കൊടുക്കുന്ന ഉറപ്പിക്കാൻ വേണ്ടിയിട്ടേ. അസറ്റ് സെക്യൂരിറ്റി ആയിട്ട് കൊടുത്താലല്ലേ ബാങ്ക് ലോൺ തരത്തുള്ളൂ, അല്ലേ? അങ്ങനെ അസറ്റ് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്ററാണ് ഇത്. ചാർജ് എന്ന് വെച്ചാൽ കമ്പനിയുടെ അസറ്റ്സിന്റെ മേൽ കമ്പനി ഈ ബാങ്കിന് അല്ലെങ്കിൽ ക്രെഡിറ്ററിന്
കുറച്ച് അവകാശങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. കമ്പനിയുടെ അസറ്റ് കമ്പനി സെക്യൂരിറ്റി ആയിട്ട് എഴുതി കൊടുക്കുന്നു. അതിനെയാണ് ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ റിപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഈ ചാപ്റ്റർ. ഓക്കെ. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഈ ഷെയർ ഹോൾഡേഴ്സ് എന്തിനാ ഷെയർ മേടിക്കണേ? ശരിക്കും അവർക്കൊരു റിട്ടേൺ കിട്ടേണ്ടടാ. കമ്പനിയിൽ ഈ ഷെയർ മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്തവരല്ലേ. അപ്പൊ അവർ കമ്പനി ഒരുപാട് ലാഭം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നിന്നൊരു വിഹിതം ശരിക്കും ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണ്ടേ? ആ വിഹിതത്തിനെ നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയും. ഈ ഡിവിഡൻഡ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ് ഇത്, 8ാമത്തെ ചാപ്റ്റർ. ഓക്കേണോ? ഒരു ഐഡിയ കിട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ സമയമില്ല, അത് നേരിട്ട് ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. ഇപ്പൊ ഓരോ ചാപ്റ്റർ എന്താണെന്ന് മാത്രം പറഞ്ഞു പോകുന്നു. ഓക്കെ. പിന്നെ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്. നമ്മുടെ കമ്പനിയിലെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണ്ടേ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണെങ്കിൽ അറിയാമായിരിക്കാം. ബാലൻസ് ഷീറ്റ്, P&L, അത് അല്ലേ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടടാ. ഈ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചുള്ള നിയമങ്ങളും അതുപോലെ ഈ അക്കൗണ്ട്സിനകത്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ടോ, അതിനകത്ത് എന്തെങ്കിലും ഫ്രോഡ് നടന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പരിപാടി ഇല്ലടാ, ഓഡിറ്റിംഗ്. ഈ ഓഡിറ്റിംഗ് ചെയ്യാനായിട്ട് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അടുത്ത ചാപ്റ്ററിനകത്ത് പഠിക്കും. ഓക്കെ. അടുത്തത് കോംപ്രമൈസ് അറേഞ്ച്മെന്റ് അമാൽഗമേഷൻ എന്ന് വെച്ചാൽ അത് വലിയൊരു സാധനം. ചെറുതായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ മെർജർ എന്ന് കേട്ടിട്ടുണ്ടോ? ടേക്ക് ഓവർ എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടാ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്റർ. ഓക്കേണോ? ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായിട്ട് മെർജ് ചെയ്യുന്നു. ഓക്കെ. മെർജർ അങ്ങനെയല്ല പറയേണ്ടത്. മെർജർ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറയാം. ഓക്കെ. അതിനെ കുറിച്ചൊക്കെയാണ് ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. അടുത്തത് ഡോർമെന്റ് കമ്പനി. ഡോർമെന്റ് കമ്പനി എന്ന് വെച്ചാൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള കമ്പനി. നമ്മുടെ കമ്പനിയെ 2 വർഷമായിട്ട് യാതൊരു ബിസിനസ്സും ഇല്ലാതെ കിടക്കുക. ഒരു ബിസിനസ്സും നടക്കുന്നില്ലടേ, അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷനും കമ്പനിയിൽ നടക്കുന്നില്ല. അങ്ങനെ 2 വർഷമായിട്ട് ഒരു ട്രാൻസാക്ഷനും ഇല്ലാതെ ഇങ്ങനെ ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്ന കമ്പനിയെ ഡോർമെന്റ് കമ്പനി എന്ന് പറയാം. അതായത് നമ്മളിപ്പോ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് MCA-ലല്ലേ രജിസ്റ്റർ ചെയ്യണേ. രജിസ്റ്റർ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് പ്രവർത്തിച്ച് പോവുകയാണെങ്കിൽ MCA-യുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ അറിയാം ആക്റ്റീവ് കമ്പനി എന്ന് എഴുതിയിട്ടുണ്ടാവും. ഓക്കേണോ? ഇനി ഈ കമ്പനി 2 വർഷമായിട്ട് ഓപ്പറേഷൻസ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുവാണെന്ന് വെച്ചോ. ഓക്കേണോ? അങ്ങനെ ഓപ്പറേഷൻസ് ഇല്ലാതിരിക്കുവാണെങ്കിൽ നമുക്ക് തന്നെ ഈ കമ്പനിയെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് എന്താക്കി മാറ്റാം? ഡോർമെന്റ് കമ്പനിയാക്കി മാറ്റാം. അപ്പൊ MCA-യുടെ സൈറ്റിൽ കയറുമ്പോൾ കമ്പനിയുടെ സ്റ്റാറ്റസ് ഡോർമെന്റ് എന്ന് കാണും. അങ്ങനെ മാറിയാൽ എന്താണെന്നറിയോ? ഗുണമുണ്ട് ദോഷമുണ്ട്. ആക്ച്വലി നമ്മുടെ ആക്റ്റീവ് കമ്പനിയെ ഡോർമെന്റ് കമ്പനിയുടെ സ്റ്റാറ്റസിലോട്ട് നമ്മൾ തന്നെ മാറ്റുവാണെങ്കിൽ നമുക്ക് കുറേ നിയമങ്ങൾ പാലിക്കണ്ട. എന്താണെന്നറിയോടാ? നമ്മൾ ഓപ്പറേറ്റിംഗ് കമ്പനി ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇത്രയും നിയമങ്ങൾ പാലിക്കുമ്പോൾ അതിന്റെ ചെലവ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. പക്ഷെ ബിസിനസ് ഇല്ലാതെ നടക്കുന്ന കമ്പനി ഇത്രയും നിയമങ്ങൾ പാലിക്കാന്ന് വെച്ചാൽ അത് ആവശ്യമില്ലാത്ത ചെലവല്ലേ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ കമ്പനിയെ ആപ്ലിക്കേഷൻ കൊടുത്ത് ഡോർമെന്റ് സ്റ്റാറ്റസിലേക്ക് മാറ്റുക. ഡോർമെന്റ് ആക്കി മാറ്റി കഴിയുമ്പോൾ കുറെ നിയമങ്ങളിൽ നിന്ന് നമുക്ക് എക്സംഷൻ കിട്ടും. അപ്പൊ അത്രത്തോളം ചെലവില്ലാതെ നമുക്ക് അതിനെ പതുക്കെ കൊണ്ടുപോകാം. എന്നിട്ട് പിന്നെ ഇതിന്റെ ഓപ്പറേഷൻസ് തുടങ്ങുമ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്ത് ആക്റ്റീവ് ആക്കി മാറ്റാം. അപ്പൊ അത്രയും നാള് നമുക്ക് കമ്പനീസ് ആയിട്ടുള്ള കുറെ സെക്ഷൻസിൽ നിന്ന് എക്സംഷൻ കിട്ടും. ഓക്കേണോ? ആ ഡോർമെന്റ് കമ്പനി ആക്കി മാറ്റുന്ന കാര്യം, അതിനെ തിരിച്ച് ആക്റ്റീവ് ആക്കി മാറ്റുന്ന കാര്യം, അതൊക്കെയാണ് ഈ ചാപ്റ്റർ. ഓക്കേണോ? പിന്നെ അതേപോലെ ചിലപ്പോ ROC എന്ന് പറയുന്ന MCA-യുടെ ഡിപ്പാർട്ട്മെന്റ്, ROC ചിലപ്പോ നമ്മുടെ കമ്പനിയെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മനഃപൂർവ്വം നമ്മൾ എന്താക്കി മാറ്റും? ആക്റ്റീവ് കമ്പനിയെ ഡോർമെന്റ് ആക്കി മാറ്റുകയും ചെയ്യും. കേൾക്കുന്നുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ചില സാഹചര്യങ്ങളിൽ നമ്മുടെ കമ്പനി ഡോർമെന്റ് ആവുന്നത് നമുക്ക് നല്ലതാ, ചില സാഹചര്യങ്ങളിൽ പണിഷ്മെന്റ് ആയിരിക്കും, നമുക്ക് പണി തരുന്നതായിരിക്കും. ഓക്കേണോ? അപ്പൊ അങ്ങനെയുള്ളത് പഠിക്കും. പിന്നെ ലാസ്റ്റ് ഇൻസ്പെക്ഷൻ, ഇൻക്വയറി, ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ചാ ഇൻസ്പെക്ഷൻ, ഇൻക്വയറി, ഇൻവെസ്റ്റിഗേഷൻ. നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ MCA-യുടെ കീഴിൽ ROC എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന് നമുക്കെതിരെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങാൻ പറ്റും. ഓക്കേണോ? ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങണമെങ്കിൽ ROC എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് സെൻട്രൽ ഗവൺമെന്റ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് സെൻട്രൽ ഗവൺമെന്റ് വഴിയായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തുന്നത്. ഓക്കേണോ? അപ്പൊ അതിന്റെ പ്രൊസീജിയറും ഇതിനകത്ത് പഠിക്കും. പാർട്ട് 1. ഓക്കെ ബോസ്? പാർട്ട് 1-ൽ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ. ഇനി പാർട്ട് 2 കമ്പനി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മീറ്റിംഗ്സ്. എടാ ശരിക്കും പറഞ്ഞാൽ കമ്പനി ലോയുടെ ഏറ്റവും നല്ല ടോപ്പിക്സ്, അതായത് പഠിക്കാനും നല്ല രസമാണ്, കുറച്ചുകൂടെ നല്ല കിടിലൻ ടോപ്പിക്സ് വരുന്നത് പാർട്ട് 2-നകത്താണ്. ഓക്കെ. പക്ഷെ അതിനെന്ത് ചെയ്യാം? 40 മാർക്കിനേ ഉള്ളൂ. ഓക്കെ. അതെന്തിനെ കുറിച്ചാണെന്ന് പറയാം. ഫസ്റ്റ് ജനറൽ മീറ്റിംഗ്.
ജനറൽ മീറ്റിംഗ് എന്ന് വെച്ചാൽ കമ്പനിയുടെ മെമ്പേഴ്സിന്റെ മീറ്റിങ്ങിനെയാണ് ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? അപ്പൊ ഈ ജനറൽ മീറ്റിംഗ് നടത്താനുള്ള പ്രൊസീജിയർ, ജനറൽ മീറ്റിംഗ് നടത്തണമെങ്കിൽ മെമ്പേഴ്സിന് നോട്ടീസ് അയക്കണം അല്ലെ, മെമ്പേഴ്സ് അവിടെ വരണം, വന്നിട്ട് ആ മീറ്റിംഗിന്റെ കണ്ടക്ട് ചെയ്യാനായിട്ട് കുറെ പ്രൊസീജിയറൽ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കും. കുറച്ച് വലിയ ചാപ്റ്ററാണ്, ഇമ്പോർട്ടന്റ് ചാപ്റ്ററാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഡയറക്ടേഴ്സ്, കമ്പനിയുടെ ഡയറക്ടേഴ്സിനെ കുറിച്ച്. ഒരു കമ്പനിയിൽ പല തരത്തിലുള്ള ഡയറക്ടേഴ്സ് ഉണ്ടാവുക. ആരൊക്കെയെന്ന് പറയാവോ? റൊട്ടേഷണൽ ഡയറക്ടർ, നോൺ റൊട്ടേഷണൽ ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർ, ഓൾട്ടർനേറ്റ് ഡയറക്ടർ, കാഷ്വൽ വേക്കൻസി ഡയറക്ടർ, സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടർ, ഇൻഡിപെൻഡന്റ് ഡയറക്ടർ, വിമൻ ഡയറക്ടർ, റെസിഡന്റ് ഡയറക്ടർ, ഇങ്ങനെ പലതരത്തിലുള്ള ഡയറക്ടേഴ്സ് ഉണ്ടാവും. ഈ ഓരോ ഡയറക്ടേഴ്സിനെ കുറിച്ചും പഠിക്കും, ആ ചാപ്റ്ററിൽ പഠിക്കും. അവരെ എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, അവർ എത്ര നാൾ കമ്പനിയിൽ ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. ഓക്കെ, പിന്നെ രണ്ടാമത്തത് ബോർഡ് കോമ്പോസിഷൻ ആൻഡ് പവേഴ്സ് ഓഫ് ദി ബോർഡ് എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കോമ്പോസിഷൻ. അതായത് അതിനകത്ത് സെക്ഷൻ 149 അങ്ങനെയുള്ള കുറെ സെക്ഷൻസാ. അതായത് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എന്തൊക്കെ ചെയ്യാനുള്ള പവർ ഉണ്ട്, ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചാപ്റ്റർ. ഓക്കെ ഓക്കെ, ഡയറക്ടേഴ്സ് ഓരോരുത്തരെ കുറിച്ചും ആദ്യത്തെ ചാപ്റ്ററിലും രണ്ടാമത്തേലും ബോർഡിനെ കുറിച്ച്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ബോഡി ഇല്ലേ, ആ ബോഡിയുടെ പവേഴ്സിനെ കുറിച്ച് 15ാമത്തെ ചാപ്റ്റർ. ഓക്കെ, പിന്നെ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോഴുള്ള പ്രൊസീജിയറൽ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അത് അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു വർഷം മിനിമം കമ്പനിയിൽ 4 ബോർഡ് മീറ്റിംഗ് നടത്തണം. ഓക്കെണോ? ഇതിൽ ഒരു ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞാൽ അടുത്ത ബോർഡ് മീറ്റിംഗ് 120 ദിവസത്തിനകത്ത് വരണം. ഇങ്ങനെ ബോർഡ് മീറ്റിംഗ് നടത്താനായിട്ടുള്ള പ്രൊസീജിയേഴ്സും ഈ ബോർഡിന്റെ തന്നെ കീഴിൽ പ്രവർത്തിക്കുന്ന കുറച്ച് കമ്മിറ്റീസ് ഉണ്ട്. ആ കമ്മിറ്റീസിന്റെ മീറ്റിംഗ് നടത്താനായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചാപ്റ്റർ 16 പഠിക്കും. ഓക്കെ, പിന്നെ CSR അടിപൊളിയാണ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനി ഈ ചാപ്റ്ററിൽ ഒരു ലിമിറ്റ് നമ്മൾ പഠിക്കും. ഓക്കെ, ഇത്ര ടേൺ ഓവർ എന്നൊക്കെ പറഞ്ഞൊരു ലിമിറ്റ് പഠിക്കും. നമ്മുടെ കമ്പനി ഈ പറയുന്ന ലിമിറ്റിനേക്കാൾ കൂടുതൽ നമ്മൾ അങ്ങ് വളർന്നു. ഓക്കെണോ? അത്രത്തോളം നമ്മുടെ കമ്പനി വളർന്നു കഴിഞ്ഞാൽ നിർബന്ധമായും ആ കമ്പനി പ്രോഫിറ്റിന്റെ ചെറിയൊരു ശതമാനം കമ്പനിയുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ചെലവാക്കണം. കമ്പനി ഇരിക്കുന്ന സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്. ഓക്കെണോ? അത് എത്ര ചെലവാക്കണം, എങ്ങനെ ചെലവാക്കണം, ചെലവാക്കേണ്ട രീതി എന്താണ്, എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ആനുവൽ റിപ്പോർട്ട്. ഇവിടെ നമ്മൾ കമ്പനി ROCയിലല്ലേ നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്യണേ, MCയുടെ കീഴിൽ. അപ്പൊ എല്ലാ വർഷവും ഫയൽ ചെയ്യേണ്ട കുറെ റിപ്പോർട്ട്സ് ഉണ്ട്. നമ്മൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, അതിനെക്കുറിച്ചും കുറെ ഡോക്യുമെന്റ്സിനെ കുറിച്ചും ഒക്കെയാണ് ഈ ചാപ്റ്റർ. ഓക്കെ, പിന്നെ KMP ആൻഡ് റെമ്യൂണറേഷൻ, കീ മാനേജീരിയൽ പേഴ്സണൽ എന്ന് വെച്ചാൽ ആരാവോ? നമ്മൾ ഡയറക്ടേഴ്സിനെ കുറിച്ച് പഠിച്ചു, മെമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചു. കീ മാനേജീരിയൽ പേഴ്സണൽ കോൺ ഹേ? CEO, MD, മാനേജർ കേട്ടിട്ടുണ്ടോ? CS കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? CFO കേട്ടിട്ടുണ്ടോ? ഇങ്ങനെയുള്ളവരെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യവും അവരുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്ന കാര്യവും ഒക്കെയാണ് ഈ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഇതിനകത്ത് ആക്ച്വലി പറഞ്ഞാൽ കമ്പനിയിലേക്ക് ഒരു പ്രത്യേകതയുണ്ട്. മാക്സിമം ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ക്ലാസ് അറ്റൻഡ് ചെയ്ത് അന്നെന്നുള്ളത് അന്നെന്ന് തന്നെ പഠിക്കണം. അത് മാത്രം പോരാ കമ്പനിയിലേക്ക്. ആക്ച്വലി നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം മാക്സിമം കഴിഞ്ഞൊരു 5 വർഷത്തെ, അതായത് ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എഴുതി തന്നെ പഠിക്കണം. ഓക്കെണോ? പിന്നെ നിങ്ങളായിട്ട് തന്നെ ഈ പേപ്പറിൽ റിസർച്ച് നടത്തണം. അങ്ങനെയാണ് ഈ പേപ്പർ പഠിക്കേണ്ട കാര്യം. ഞാൻ വീണ്ടും പറയാം, കോർ സബ്ജക്റ്റ് ആണ്. ഈ കമ്പനി ലോ ആണ് നിങ്ങളുടെ ബൈബിൾ. ഓക്കെണോ? അപ്പൊ അതുപോലെ ഫുൾ ടൈം നിങ്ങൾ ഈ മറ്റേ വക്കീലന്മാരൊക്കെ കണ്ടിട്ടില്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് നടക്കുന്ന കണ്ടിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ നിയമപുസ്തകമൊക്കെ കൊണ്ട് നടക്കുന്ന കണ്ടിട്ടില്ലേ? അതേപോലെ നിങ്ങൾ കമ്പനീസ് ആക്ട് 2013 ബെയർ ആക്ട് ഇങ്ങനെ കൊണ്ട് നടക്കും. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണിത്. ഓക്കെ, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ചാപ്റ്റേഴ്സിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ക്ലാസ്സിന് വരുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫാക്കൽറ്റിയുടെ തന്നെ നോട്ട് ഉണ്ടാവും. ആ നോട്ട് പഠിക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് പഠിക്കുക. ഏതെങ്കിലും ഒരെണ്ണം പഠിക്കാനാണ് നമ്മൾ പറയുന്നത്. അപ്പം നോട്ട് എവിടെ നിന്ന് പഠിച്ചാലും ഏത് സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്താലും ശരി, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻസർ എഴുതി പഠിച്ചാൽ ഇത് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. മീൻസ് നമുക്ക് ഈ CS എന്നുള്ള സബ്ജക്റ്റ് തന്നെ
ആദ്യം തൊട്ടേ ഫ്രം ദ വെരി ഫസ്റ്റ് ഡേ ഫാക്കൽറ്റി പഠിപ്പിക്കുന്നത് അന്നൊന്ന് പോയി പഠിച്ചിട്ട് ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയാൽ ഏതൊരു ആവറേജ് സ്റ്റുഡന്റിനും പാസ്സാവാൻ പറ്റുന്ന കോഴ്സാണ് CS. ഞാൻ ആവറേജ് അല്ല, ഞാൻ പുവർ സ്റ്റുഡന്റ് ആയിരുന്നു. എനിക്ക് പാസ്സാവണമെങ്കിൽ ആർക്കും പാസ്സാവാം. ഓക്കെ 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 അപ്പൊ ശരി, അത്രേ ഉള്ളൂ. അപ്പോ ക്ലാസ്സിൽ കാണാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ ബോസ്, ഓക്കെ ബൈ.